ഹായ് എവരിവൺ. ഇന്ന് നമ്മളെ ഇയോണിന്റെ ഡീറ്റെയിൽ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇയോണിന്റെ ഡീറ്റെയിൽസ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കാണിക്കുന്ന പോലെ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. റൈറ്റ് സൈഡ് ഫ്രണ്ടില്, അതുപോലെ തന്നെ ഡോറിന്റെ ഇൻസൈഡ് നമുക്ക് നോക്കാം. റീപ്ലേസ് ഇല്ല ഡോറിൽ, അതുപോലെ തന്നെ ഗ്ലാസ്സിലൊന്നും റീപ്ലേസ് ഇല്ല. ക്വാളിറ്റി നല്ല ഡോർ പാഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2016 ഇയോണിനെ വെച്ച് നോക്കുമ്പോൾ ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് പറയാം. ഈ വാഹനത്തിന്റെ റിയൽ ഡോറിലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവറൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പോസ്റ്റില് പഞ്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പെർഫെക്റ്റ് ആണ് എല്ലാം. അതുപോലെ തന്നെ നമുക്ക് ക്വാർട്ടർ പാനലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ട്, വേറെ ക്വാളിറ്റി കുറവൊന്നുമില്ല. ടയർ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഉപയോഗിക്കാനുള്ള ടയറുകളുണ്ട്. ഓൾമോസ്റ്റ് ഒരു 70% അടുത്ത് നമുക്ക് ടയർ കണ്ടീഷൻ ഉണ്ട്. നല്ല ടയറുകളാണ് വരുന്നത്. 4 ടയറുകളും നല്ല കണ്ടീഷൻ ഉണ്ട്. നമുക്കിനി ബൂട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഇയോണിൽ മാഗ്ന എന്നുള്ള ഓപ്ഷൻ, മാഗ്ന പ്ലസ് 1 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനം വരുന്നത്. ഇതിന് വേറെ റീപ്ലേസുകളൊന്നും ഇല്ല. ഇവിടെ പഞ്ചിങ് പോവുക അതല്ലെങ്കിൽ പോസ്റ്റില് കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു പാർസൽ ട്രേ ഉണ്ട്. അതേപോലെ തന്നെ റിയറിൽ നമ്മൾ സ്റ്റെപ്പിനി ആണെങ്കിലും നല്ല കണ്ടീഷൻ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ പേസ്റ്റ് പോവുക അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ക്ലീൻ ആണ്, ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കാണിക്കും. ഇതിന്റെ ഷോക്ക് വീക്ക്, ഈ ഷോക്ക് നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി വന്നിട്ടുള്ളൂ, ഈ ഷോക്ക് നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് തരും കേട്ടോ. ഇതിന്റെ ഉള്ളൊരു പ്ലസിന്റെ കണ്ടീഷനിൽ ഞാൻ ഈ ഡിക്ക് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കംപ്ലൈന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷോക്ക് ഉണ്ട്, ഷോക്കിന്റെ പ്രശ്നം. അപ്പൊ നമ്മൾ ആ ഷോക്ക് രണ്ടും മാറി തരും. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് ഡോർ തുറന്ന് ഇന്റീരിയർ ഡോർ പാഡ് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പഞ്ചിങ് എല്ലാം നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. കണ്ടില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡ് ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റിക്ക് കുറവുകളൊന്നുമില്ല. നല്ല മാറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഓർഡർ കാർ ആണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ സെക്കൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ്, അതേപോലെ തന്നെ കമ്പനി ഇൻബിൽറ്റഡ് സ്റ്റീരിയോ ഉള്ള ഇത് വരുന്നുണ്ട്. ഇതില് സെൻട്രൽ ലോക്ക് വരുന്നത് കീയോട് കൂടിയിട്ടുള്ള സെൻട്രൽ ലോക്ക് ആണ് വരുന്നത്. അതേപോലെ മിററൊക്കെ നമ്മൾ സാധാ ഇയോണിനെക്കാളും വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഇത് പ്രൈസ് കുറച്ച് കൂടുതലായിരുന്നു. നമ്മളെ സാധാ മിററിനെ പോലെ അല്ല, സാധാ ഇയോണിന് ചെറിയൊരു മിററാണ് വരിക. അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുണ്ട് ഈ മിറർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് പോർഷൻ ഒന്ന് കംപ്ലീറ്റ് നോക്കാം. ഫ്രണ്ട് പോർഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് അനാലിസ് ചെയ്യാം. എഞ്ചിൻ റൂമിലേക്ക് നമുക്ക് പോവുകയാണ്. ബോണറ്റില് ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ 1-2 സ്ക്രാച്ചുകൾ, വളരെ മൈന്യൂട്ടുള്ള സ്ക്രാച്ചുകൾ കാണുന്നുണ്ട്. അപ്പുറത്തെ സൈഡൊക്കെ പെർഫെക്റ്റ് ആണ്, നല്ല നീറ്റാണ്. ഇന്റീരിയർ എഞ്ചിൻ റൂം 1 ലിറ്റർ ആണ് വരുന്നത്. മറ്റേ സാധാ ഇയോണിന് 800 cc ആണ് വരുന്നത്, 1 ലിറ്റർ ആണ് വരുന്നത്. അതേപോലെ തന്നെ അപ്രോണിന്റെ സൈഡ് മേൽഭാഗത്തുള്ള പേസ്റ്റോ കാര്യങ്ങളോ പ്രശ്നമൊന്നുമില്ല. 2023 മേക്കുള്ള ബാറ്ററി ഉണ്ട്. ബാറ്ററി മാറിയിട്ട് അധികം കാലമായിട്ടില്ല, നല്ല പുതിയ ബാറ്ററിയാണ്. അപ്രോണിന്റെ നല്ലൊരു ബാറ്ററി ഉണ്ട്. പിന്നെ എഞ്ചിൻ റൂമിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബോണറ്റിൽ പേസ്റ്റിംഗിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കയാണ്. ബോണറ്റിന്റെ ഇൻസൈഡൊക്കെ നീറ്റാണ്. അതേപോലെ ഗ്ലാസ്സിൽ റീപ്ലേസ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാം കണ്ടല്ലോ അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവര്, ഇഷ്ടപ്പെട്ടവരെന്ത് ചെയ്യുക, നമ്മൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 2,65,000 രൂപയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. അപ്പൊ പ്രൈസ് അതുപോലുള്ള മറ്റുള്ള വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. നമ്മളെ സെയിൽസ് കൺസൾട്ടന്റിന്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അടുത്തൊരു നല്ലൊരു വാഹനമായി കാണുന്നവരെ ബായ്.